തടവിൽ കഴിയുന്ന ഇസ്രായേൽ ബന്ദിയുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഹമാസ്. ഇസ്രായേലി പൗരനായ മത്താൻ സാങ്ങോക്കറിന്റെ വീഡിയോയാണ് പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസ് പുറത്തുവിട്ടത്. തൻ്റെ കുടുംബാംഗങ്ങളോടും ഇസ്രായേൽ പ്രധാനമന്ത്രിയോടും രാജ്യത്തെ ജനങ്ങളോടും ഹമാസ് തടവിൽ സഹിച്ചു പോരുന്ന ദുരിതങ്ങളുടെ കൈപ്പേറിയ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. ഇസ്രയേലിനെതിരെയുള്ള പ്രോപ്പഗാൻഡ വീഡിയോ ആവർത്തിച്ച് ഹമാസ് തടങ്കലിൽ കഴിയുന്ന മത്താൻ സാങ്ങോക്കറിന്റെ ഹൃദയഭേദകമായ വീഡിയോയാണ് പുറത്തുവിട്ടത്. ഒക്ടോബർ 7 ഹമാസ് തട്ടിക്കൊണ്ടുപോയ 25-കാരനായ മത്താൻ സാങ്ങോക്കർ തന്റെ ശാരീരിക മാനസികാവസ്ഥ ഭീകരമായി മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് വീഡിയോയിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ജനങ്ങളോടും നേതൃത്വത്തോടും തന്നെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ മത്താൻ അഭ്യർത്ഥിച്ചു. ഓരോ ദിവസവും താൻ മരണത്തിലേക്ക് അടുക്കുന്നതായും നിങ്ങൾ ഞങ്ങളെ മരിക്കാൻ വിടുകയാണെന്നും വീഡിയോയിൽ മത്താൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടും മത്താൻ അഭ്യർത്ഥന നടത്തി. നിങ്ങൾ $5 മില്യൺ സമ്മാനവും സുരക്ഷിതമായ പുറപ്പെടലും വാഗ്ദാനം ചെയ്തുവെന്ന് കേട്ടു. എങ്കിലും ഇന്നും ഞങ്ങൾ ഇവിടെ തന്നെയാണ്. ഇത് നിങ്ങളുടെ പരാജയവും നിങ്ങളുടെ സർക്കാരിൻ്റെ പരാജയവും തന്നെയാണെന്നും ഞങ്ങളെ ഉപേക്ഷിക്കരുത്. ഞങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. പക്ഷേ സമയം പോകും മുമ്പേ വീട്ടിലെത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒറ്റപ്പെടൽ ഞങ്ങളെ കൊന്നുകളയുന്നു. ഇരുട്ട് ഭീതി പരത്തുന്നുവെന്നും മത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പറയുന്നു. ശേഷം കുടുംബത്തോടുള്ള സന്ദേശത്തിൽ മത്താൻ സ്വന്തം അമ്മയോട് പറയുന്നത് ഇപ്രകാരമാണ്: അമ്മയെ ഞാൻ കാണുന്നു, അമ്മയെക്കുറിച്ച് കേൾക്കുന്നു, അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കറിയാം, എല്ലാം കേട്ട് സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, സംസാരിക്കാൻ, കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മത്താൻ അമ്മയോടുള്ള സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ജനങ്ങളോടുള്ള ആഹ്വാനം മത്താൻ തുടർന്നു. പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുമ്പിൽ പ്രതിഷേധിക്കുക, ഞങ്ങളെ മറക്കരുതെന്നും മത്താൻ ഓർമ്മിപ്പിക്കുന്നു. ആരോഗ്യനില ഗുരുതരമാണെന്നും മസ്കുലാർ ഡിസ്ട്രോഫി രോഗിയായതിനാൽ തടങ്കലിൽ ആരോഗ്യസ്ഥിതി മോശമാണെന്നും ഏറെ ഭാരം കുറഞ്ഞതായും അതുകൊണ്ട് നടക്കാൻ പ്രയാസമാണെന്നും വയറുവേദനയും അനുഭവിക്കുന്നതായും ഭീഷണിയും പട്ടിണിയും കൂടുതൽ സമയങ്ങൾ ഇരുട്ടിലും ഒറ്റപ്പെടലിലും ഭീതിയിലുമാണ് ജീവിക്കുന്നതെന്നും മത്താൻ വെളിപ്പെടുത്തുന്നു. കൂടാതെ കൈകാൽ ബന്ധിച്ച് കൂട്ടിലടച്ചു വെച്ചതും എലി കടിച്ചതും പൂപ്പൽ പിടിച്ച അപ്പവും മലിനജലവും മാത്രമായി ഭക്ഷണം നൽകിയതും മത്താൻ തുറന്നു പറയുന്നു. അതേസമയം ഗാസയിൽ വെടിനിർത്തലിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതിനിടയിൽ ഹമാസ് പുറത്തുവിട്ട ഈ പ്രോപ്പഗാൻഡ വീഡിയോ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.